ഉത്തർപ്രദേശ് നേടിയവർ ഇന്ത്യ ഭരിക്കും എന്ന ചൊല്ലിന് തിരഞ്ഞെടുപ്പോളം പഴക്കമുണ്ടാവും. ചരിത്രം പരിശോധിച്ചാൽ ചൊല്ലിലേറെ ഒന്നും പതിരില്ല താനും. 80 സീറ്റുകളാണ് നിലവിൽ ഉത്തർപ്രദേശിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളതും ഇവിടെ തന്നെ. അതുകൊണ്ട് ഉത്തർപ്രദേശ് പിടിക്കേണ്ടത് ഇന്ത്യ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പാർട്ടിയുടെയും അനിവാര്യതയാണ്. ഉത്തർപ്രദേശ് കൂടി സ്ഥിതി ചെയ്യുന്ന ഹിന്ദി ഹൃദയഭൂമിയിലൂടെ അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വഴി തുറക്കില്ലെന്ന് മനസ്സിലാക്കിയ BJP നടത്തിയ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും നാം കണ്ടു, അനുഭവിച്ചു. ഉത്തർപ്രദേശിനെ വർഗീയമായി വിഭജിച്ച് നേട്ടം കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു BJP. 2014-ലും 2019-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അതിനിടയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഉത്തർപ്രദേശിൽ വിജയിച്ചു. എന്നാൽ 2024-ൽ പിഴച്ചു. അങ്ങനെ വെറുതെ പിഴച്ചതല്ല, അഖിലേഷ് യാദവ് എന്ന യുവ നേതാവിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ബലമായാണ് BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. സൈക്കിളുമായി ഇറങ്ങിയ അഖിലേഷ് ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് താമരയുടെ അടിവേരറുത്തത്? ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതാണ്. ഏവർക്കും ന്യൂസ് കാസ്റ്റിലേക്ക് സ്വാഗതം. പതിവിലും പ്രതീക്ഷയിലായിരുന്നു BJP ക്യാമ്പ്. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി തന്നെ തന്ത്രി വേഷത്തിലെത്തി നടത്തിയ രാമപ്രതിഷ്ഠയായിരുന്നു BJP പ്രതീക്ഷകൾക്ക് കനം കൂട്ടിയത്. കാലങ്ങളായി ഹിന്ദുത്വവാദികളുടെ ആവശ്യമായ രാമക്ഷേത്രം നടപ്പാക്കി കൊടുത്തു. അതുപോലും തെരഞ്ഞെടുപ്പിൽ തിരിച്ചു കിട്ടുമെന്നും മോദി പ്രഭാവവും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന വായ്ത്താരിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന വർഗീയ ധ്രുവീകരണം കൂടി ചേരുമ്പോൾ ഉത്തർപ്രദേശിൽ കാവി തരംഗമാണ് BJP പ്രതീക്ഷിച്ചത്. ഉത്തർപ്രദേശിലെ തരംഗം ഹിന്ദി ഹൃദയഭൂമിയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിച്ചാൽ 400 എന്ന സ്വപ്ന നമ്പർ സ്വന്തം എന്ന BJP സ്വപ്നങ്ങളാണ് അഖിലേഷ് യാദവ് എന്ന സോഷ്യലിസ്റ്റ് നേതാവിന്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഇടപെടലിൽ പൊലിഞ്ഞത്. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു അഖിലേഷ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, മതേതരത്വം എന്നിവ അഖിലേഷ് ഓരോ വേദിയിലും ആവർത്തിച്ചു. മൂന്നാമതും വലിയ ഭൂരിപക്ഷവുമായി BJP അധികാരത്തിലെത്തിയാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ ദുരന്തം ഓരോ പ്രസംഗത്തിലും ഇടം പിടിച്ചു. സംവരണം എടുത്തു മാറ്റുന്നതിലൂടെ പിന്നോക്ക വിഭാഗക്കാർ നേരിടാൻ പോകുന്ന അനീതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അഖിലേഷിന്റെ പ്രചാരണങ്ങൾ ഏശി തുടങ്ങി. അതറിഞ്ഞതോടെ സംവരണ വിഷയത്തിൽ BJPക്ക് വിശദീകരണവുമായി രംഗത്തിറങ്ങേണ്ടി വന്നു. തീർന്നില്ല. പിന്നോക്ക വിഭാഗക്കാരെയും ദളിതരെയും മുന്നോക്ക വിഭാഗക്കാരെയും ഒരേപോലെ വോട്ട് ചെയ്യിപ്പിച്ചിരുന്ന BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന വർഗീയ ധ്രുവീകരണം പൊളിക്കാൻ അഖിലേഷ് ജാതി സെൻസസ് എന്ന വജ്രായുധം തന്നെ വീശി. ബലം കണ്ടു. OBC ദളിത് വോട്ടുകൾ BJPയിൽ നിന്ന് ചോർന്നു. 64 സീറ്റിൽ നിന്ന് 33 സീറ്റിലേക്കാണ് BJP മൂക്കുകുത്തിയത്. 2019-ൽ മായാവതിയുടെ BSP ആയിരുന്നു ഉത്തർപ്രദേശിൽ അഖിലേഷിന്റെ SPക്ക് കൂട്ട്. 2024-ൽ കോൺഗ്രസിനെ സഖ്യകക്ഷിയാക്കി. BSPയോളം ഉറച്ച വോട്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഇല്ലാഞ്ഞിട്ടും കോൺഗ്രസിനെ കൂടെ കൂട്ടിയെടുത്ത് കാണാം അഖിലേഷിന്റെ വിശാലമായ രാഷ്ട്രീയ ബോധ്യം. കോൺഗ്രസിന് 17 സീറ്റുകളാണ് മത്സരിക്കാൻ നൽകിയത്. സഖ്യത്തിന്റെ പ്രാധാന്യം അടിത്തട്ടിലെത്തിക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്ന അഖിലേഷിനെയാണ് പിന്നീട് കണ്ടത്. അഖിലേഷിന് പിന്തുണയുമായി രാഹുലും ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. കൃത്യമായ സംഘടനാ സംവിധാനമുള്ള, സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരണമുള്ള BJPയെ പ്രതിരോധിക്കുക എന്നത് വലിയ ഭാരമുള്ള കാര്യമാണെങ്കിലും ആ ദൗത്യം കൃത്യമായി ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അഖിലേഷ് യാദവിന് സാധിച്ചു. സംഘടനാ കരുത്തിനെയും പണക്കൊഴുപ്പിനെയും അടിസ്ഥാന വിഭാഗത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞ് നേരിട്ടു. അഗ്നിവീറിന്റെ പോരായ്മയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി ഉറപ്പിച്ചതോടെ സമാജ്വാദി പാർട്ടിയുടെ സീറ്റെണ്ണം 5-ൽ നിന്ന് 37-ലേക്ക് ഉയർന്നു. കോൺഗ്രസിനും നേട്ടമുണ്ടായി. സോണിയാഗാന്ധി വിജയിച്ച റായ്ബറേലി മാത്രമായിരുന്നു 2019-ൽ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 6 സീറ്റിലേക്ക് കോൺഗ്രസ് വളർന്നു. സമാജ്വാദി പാർട്ടി പിന്തുണ കിട്ടിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട അമേത്തിയിലും 40 വർഷമായി കിട്ടാക്കനിയായി തുടരുന്ന അലഹബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലം BJP നഷ്ടമായതിനു പിന്നിലും അഖിലേഷ് തന്നെ. അയോധ്യ രാമക്ഷേത്രത്തിന്റെ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനത്തിനും അയോധ്യ ക്ഷേത്ര നഗരിയായി വികസിപ്പിച്ച ആഘോഷങ്ങൾക്കും ശേഷവും ഫൈസാബാദ് കൈവിട്ടുപോയി എന്നത് BJP നേതൃത്വത്തെ ശരിക്കും ഞെട്ടിച്ചു. സമാജ്വാദി പാർട്ടി തങ്ങളുടെ സിറ്റിംഗ് MLA അവധേഷ് പ്രസാദിനെ രംഗത്തിറക്കിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫൈസാബാദ് പിടിച്ചെടുത്തത്. BJPയെ ഫൈസാബാദിൽ നിലം പരിശാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു അത് ബലം കണ്ടു. പരിചിതനായ അവധേഷ് ജയിച്ചു കയറിയതിന്റെ ആഘാതം സംഘപരിവാർ കേന്ദ്രങ്ങളെ കുറച്ചധികം കാലം പിന്തുടരും.
രഥയാത്രയിലും ബാബറി മസ്ജിദ് തകർക്കലിലും തുടങ്ങി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണങ്ങൾ ഉത്തർപ്രദേശിൽ ഓരോന്നായി പുറത്തെടുത്ത ബി.ജെ.പിക്ക് അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന സുപ്രധാന തെരഞ്ഞെടുപ്പിൽ തന്നെ അടിപതറി. സംഘപരിവാർ രാഷ്ട്രീയവുമായി ഇതുവരെ സഖ്യത്തിലാവാത്ത അപൂർവം സോഷ്യലിസ്റ്റ് നേതാക്കളിൽ ഒരാളായ മുലായം സിംഗിന്റെ മകനിലൂടെയാണ് RSSന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ഉത്തർപ്രദേശിൽ താമരയുടെ അടിവേരറുത്തത് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം.